അമേരിക്കൻ രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ നടന്ന പോലീസ് വീക്ക് അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. അമേരിക്കൻ നിയമപാലകരെ പ്രശംസിക്കാനായി ഒരുക്കിയ വേദിയെ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള ആയുധമായും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കുള്ള ശക്തമായ പിന്തുണയായും ട്രംപ് മാറ്റിമറിച്ചു. പ്രസംഗത്തിലുടനീളം തന്റെ ഭരണകൂടം നടപ്പിലാക്കുന്ന അതിർത്തി നിയന്ത്രണങ്ങളെയും നാടുകടത്തൽ നടപടികളെയും അദ്ദേഹം ആവേശപൂർവ്വം പ്രതിരോധിക്കുന്നത് കാണാമായിരുന്നു. അമേരിക്കൻ കോൺഗ്രസ് അംഗമായ ഇൽഹാൻ ഒമറിനെതിരെ ട്രംപ് നടത്തിയ രൂക്ഷമായ വ്യക്തിപരമായ പരാമർശങ്ങളാണ് ഈ പ്രസംഗത്തെ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കിയത്. ഇൽഹാൻ ഒമറിന്റെ നിലപാടുകൾ അമേരിക്കൻ വിരുദ്ധമാണെന്നും അവർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ട്രംപ് ആവർത്തിച്ചു. സദസ്സിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അനുയായികളുടെയും വലിയ കയ്യടികൾക്കിടയിലാണ് അദ്ദേഹം ഒമറിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. തന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ കടുത്ത കുടിയേറ്റ നയങ്ങൾ അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതിർത്തി കടന്നുള്ള അനധികൃത പ്രവേശനത്തിന് തടയിടാൻ തന്റെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള മാസ് ഡീപ്പോർട്ടേഷൻ അഥവാ കൂട്ടത്തോടെയുള്ള നാടുകടത്തൽ നടപടികൾ ഇനിയും തുടരുമെന്ന വ്യക്തമായ സൂചന അദ്ദേഹം നൽകി. അതിർത്തി സംരക്ഷണം എന്നത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. അമേരിക്കയിലെ ക്രമസമാധാന നില മെച്ചപ്പെട്ടതായും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഗണ്യമായി കുറഞ്ഞതായും തന്റെ പ്രസംഗത്തിൽ ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇത് തന്റെ ഭരണകൂടം പോലീസ് സേനയ്ക്ക് നൽകുന്ന അചഞ്ചലമായ പിന്തുണയുടെ ഫലമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പോലീസുകാരെ ബഹുമാനിക്കാത്ത ഒരൊറ്റ നഗരവും അമേരിക്കയിൽ സുരക്ഷിതമായിരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കുറ്റവാളികളെ പിടികൂടുന്നതിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലും രാജ്യം ഇപ്പോൾ റെക്കോർഡ് നേട്ടത്തിലാണുള്ളതെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി സമർത്ഥിച്ചു. അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിലെ ഭരണ സംവിധാനങ്ങളെയും ട്രംപ് വിമർശിക്കാൻ മറന്നില്ല. ഡെമോക്രാറ്റിക് പാർട്ടികളുടെ നിയന്ത്രണത്തിലുള്ള പല നഗരങ്ങളും കുറ്റവാളികളുടെ താവളമായി മാറുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ നഗരങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ഫെഡറൽ ഏജൻസികളുടെ ഇടപെടൽ വിപുലീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി പലരും വിലയിരുത്തുന്നുണ്ടെങ്കിലും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. രാജ്യത്തെ പൊതുജന സുരക്ഷയും കുടിയേറ്റ നയങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അതിർത്തികൾ തുറന്നു കിടക്കുന്നത് കുറ്റവാളികൾക്കും മയക്കുമരുന്ന് മാഫിയകൾക്കും സഹായകമാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതിനാൽ തന്നെ അതിർത്തിയിലെ മതിൽ നിർമ്മാണവും കർശനമായ പരിശോധനകളും രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നയങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ട്രംപിന്റെ പ്രസംഗം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അനുകൂല തരംഗങ്ങളും ഒരേപോലെ ദൃശ്യമായി. ഇൽഹാൻ ഒമറിനെതിരെയുള്ള പരാമർശങ്ങൾ വംശീയ അധിക്ഷേപമാണെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുമ്പോൾ ട്രംപ് സത്യം വിളിച്ചു പറയുകയാണെന്ന് റിപ്പബ്ലിക്കൻ അനുയായികൾ വാദിക്കുന്നു. അമേരിക്കൻ സമൂഹം ഈ വിഷയത്തിൽ എത്രത്തോളം ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവായി ഈ ചർച്ചകൾ മാറി. റോസ് ഗാർഡനിലെ വിരുന്നിനിടെ നടന്ന ഈ പ്രസംഗം കേവലം ഒരു ഔദ്യോഗിക പരിപാടി എന്നതിലുപരിയായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു. ദേശീയതയും നിയമപാലകരോടുള്ള ബഹുമാനവും ആയുധമാക്കി വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. കുടിയേറ്റം ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാടുകടത്തൽ നടപടികൾ മാനുഷിക വിരുദ്ധമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും തന്റെ നയങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ട്രംപ്. ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുത്തുന്നത് സാമൂഹികമായ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു. എന്നാൽ അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലും സുരക്ഷയും സംരക്ഷിക്കാനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് ട്രംപ് മറുപടി നൽകുന്നു. പ്രസംഗത്തിനിടെ പോലീസ് സേനയെ അദ്ദേഹം അമേരിക്കയുടെ കാവൽ മാലാഖമാർ എന്നാണ് വിശേഷിപ്പിച്ചത്. പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനെ കുറിച്ചും അവരുടെ നിയമപരമായ പരിരക്ഷ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഇത് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പോലീസിനെതിരെയുള്ള ആക്രമണങ്ങളെ കർശനമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ട്രംപ് നൽകിയ പുതിയ വാഗ്ദാനങ്ങൾ അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.
എന്നിരുന്നാലും അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റം തടയാൻ ഏത് അങ്ങേയറ്റത്തെ നടപടിയും സ്വീകരിക്കാൻ ട്രംപ് തയ്യാറാണെന്ന് ഈ പ്രസംഗം അടിവരയിടുന്നു. അമേരിക്കൻ തെരുവുകളിൽ സമാധാനം ഉറപ്പാക്കാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് ട്രംപ് പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കുറ്റവാളികൾക്ക് ഭയമുണ്ടാക്കുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിനായി നിയമങ്ങൾ ഇനിയും കർശനമാക്കേണ്ടി വന്നാൽ അതിനും മടിക്കില്ല. ട്രംപിന്റെ ഈ ഫയറി പ്രസംഗം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഈ പ്രസംഗത്തിലൂടെ ട്രംപ് തന്റെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കാനാണ് ശ്രമിക്കുന്നത്. ഓരോ വാക്കിലും ഓരോ നയത്തിലും അദ്ദേഹം തന്റെ അനുയായികളെ ആവേശഭരിതരാക്കുന്നു. ഇൽഹാൻ ഒമറിനെ പോലുള്ള എതിരാളികളെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ തന്റെ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ ശൈലിയുടെ തുടർച്ചയാണ്. നിയമപാലകരോടുള്ള ട്രംപിന്റെ സമീപനം എല്ലായ്പ്പോഴും അവർക്ക് അനുകൂലമായിരുന്നു. ഡെമോക്രാറ്റുകൾ ഡെഫൻഡ് ദ പോലീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ പോലീസിന് കൂടുതൽ ഫണ്ട് നൽകണമെന്ന ആവശ്യവുമായാണ് ട്രംപ് എത്തിയത്. ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം നേടിക്കൊടുത്തു. വൈറ്റ് ഹൌസിലെ ഈ പ്രസംഗം ആ ബന്ധത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നു. നഗരങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനികമായ ഇടപെടലുകൾ വരെ ഉണ്ടായേക്കാം എന്ന സൂചനയും പ്രസംഗത്തിലുണ്ട്. ഇത് ഭരണഘടനാപരമായ പുതിയ തർക്കങ്ങൾക്ക് വഴി തുറന്നേക്കാം. എങ്കിലും രാജ്യത്തെ ക്രമസമാധാനം തകരാൻ അനുവദിക്കില്ലെന്ന ട്രംപിന്റെ ഉറച്ച നിലപാട് ഒരു വിഭാഗം ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു. നിയമം ലംഘിച്ചെത്തുന്നവർക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ലെന്ന കർശനമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇത് കുടിയേറ്റ സമൂഹങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. പലരും തങ്ങളുടെ ഭാവി എന്താകുമെന്ന് ഭയപ്പെടുന്നു. ട്രംപിന്റെ ഈ പ്രസംഗം ഒരു ഭരണാധികാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ശൈലിയെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്നു. വെല്ലുവിളികളെ നേരിടാനും എതിരാളികളെ നിശബ്ദരാക്കാനും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയും രീതിയും എന്നും ചർച്ചാ വിഷയമാണ്. പോലീസിനെ പ്രശംസിച്ചും എതിരാളികളെ അധിക്ഷേപിച്ചും അതിർത്തികളെക്കുറിച്ച് സംസാരിച്ചും ട്രംപ് തന്റെ രാഷ്ട്രീയ പാത വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഒരു പ്രസംഗത്തിലൂടെ തന്നെ തന്റെ വരാനിരിക്കുന്ന ഭരണതന്ത്രങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അദ്ദേഹം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ സുരക്ഷ, കടുത്ത അതിർത്തി നിയന്ത്രണം, എതിരാളികളോടുള്ള സന്ധിയില്ലാത്ത പോരാട്ടം, ഇതൊക്കെയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പുതിയ അമേരിക്കയുടെ ചിത്രം. ഇതിനെ അമേരിക്കൻ ജനത എങ്ങനെ സ്വീകരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം.